ഹായ്, ഞാനിന്ന് ഈ പടവലങ്ങ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിതിൽ തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണിത്. അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ. ഇതിനിപ്പോൾ കൂട്ടെന്നോ താളിപ്പെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇനി ഇതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. പടവലങ്ക ചെറുതൊരെണ്ണം, വേവിച്ച സാമ്പാർ പരിപ്പ് 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, സവാള ഒരെണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 4 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ഈ പടവലങ്ങയുടെ മുകളിലെ വെളുത്ത പാട പോലെ തോന്നല്ലോ, ഇതേ ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ചുരണ്ടിക്കളയണേ. ചുരണ്ടിക്കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഞാനൊരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. പടവലങ്ങ ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അതുകൊണ്ട് തോരൻ ഉണ്ടാക്കുന്നത്. ആ പടവലങ്ങയ്ക്ക് ഒരു പ്രത്യേക മണമല്ലേ, ആ മണം ഒന്ന് മാറാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. എല്ലാ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വെച്ചിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതും ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റണേ. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. കരിഞ്ഞു പോകരുത്. സ്റ്റൗവിലെ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഞാനതിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചത് പടവലങ്ങയില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുത്ത് ഈ പടവലങ്ങയും മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇപ്പോൾ ഈ മസാലയൊക്കെ പടവലങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, എല്ലാ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നോക്ക്, ഇത് ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ല. പടവലങ്ങയൊക്കെ ഒന്നുകൂടെ ഒന്ന് വേകണം. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് എങ്ങനെയുണ്ട് തോരനെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണേ. ഇപ്പം ഞാനിതിലേക്ക് പരിപ്പ് വേവിച്ചതിട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ തേങ്ങ എല്ലാം അരച്ച് ചേർക്കാറുള്ളത്. ഞാനിതിന് പരിപ്പ് വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ചില സമയത്തേ ഉള്ളു തേങ്ങ അരച്ച് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ പടവലങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളും അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ കാശ് പോകുന്നൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫോണിൽ നിന്നോ അക്കൗണ്ടിൽ നിന്നോ ഒന്നും പൈസ പോകുകയില്ല കേട്ടോ. ഇത് ഫ്രീ ആണ്.
അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുകയാണ്. ഇതിൽ മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല മണവും ഉണ്ടാകും അതിന്. നമ്മുടെ പടവലങ്ങ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ? നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.